നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഒരു പൈൽ റീഡിംഗ് ആണ്. ഇതിലൂടെ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അവർക്ക് നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്താണ് എന്ന കാര്യമാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു കാഴ്ചപ്പാട് എന്താണ്, അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ സൺ കാർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, 4 of Wands, Ace of Pentacles, സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്, 4 of Pentacles, ടെമ്പറൻസ്, 7 of Cups എന്നീ കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യമേ തന്നെ സണ്ണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വളരെയധികം സന്തോഷവും പോസിറ്റീവ് എനർജിയും നിറയ്ക്കുന്നുണ്ടെന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചവും ഭാഗ്യവുമൊക്കെ കൊണ്ടുവരുന്ന ഒരു ആളായിട്ടാണ് അവർ കാണുന്നത്. അതായത് നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അവരുടെ ജീവിതത്തിലെ ഇരുട്ടിനെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് കഴിയുന്നുണ്ടെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം അവരിൽ വളരെയധികം ആത്മവിശ്വാസം നിറയ്ക്കാറുണ്ടെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ 4 of Wandsൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുമായിട്ട് ഒരു നല്ല സുരക്ഷിതമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുമായിട്ട് ഒരുമിച്ച് സന്തോഷങ്ങൾ പങ്കിടാനും ആഘോഷങ്ങളിൽ പങ്കുചേരാനുമൊക്കെ അവർക്ക് വലിയ താല്പര്യമാണ്. അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് വന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. നിങ്ങളിലൂടെ വലിയൊരു വിജയമോ അല്ലെങ്കിൽ സമൃദ്ധിയോ ഒക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെ സ്റ്റാറിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് വളരെ പ്രതീക്ഷയോടെയാണ് അവർ നിങ്ങളെ നോക്കിക്കാണുന്നത്. അവരുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും അവിടെ അവർക്കൊരു പ്രതീക്ഷ നൽകുന്ന ഒരു നക്ഷത്രമായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ഒരു ശാന്തിയും സമാധാനവുമൊക്കെ അനുഭവപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. കൂടാതെ നിങ്ങളുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനും നിങ്ങളുമായുള്ള ആ ഒരു ബന്ധത്തെ പക്വതയോടെ മുന്നോട്ട് കൊണ്ടുപോകാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ചെറിയ കാര്യങ്ങളിൽ പോലും അവർക്ക് വലിയ ബഹുമാനം ആണ് നിങ്ങളോട് ഉള്ളതെന്നാണ് കാണുന്നത്. നിങ്ങൾ വളരെ ശാന്തവും ക്ഷമയും ഒക്കെയുള്ള ആളാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ആ ഒരു ശാന്തതയും ക്ഷമയും ഒക്കെ അവരെ ഒരുപാട് ആകർഷിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതേപോലെ തന്നെ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ചിന്തയും ഒക്കെ അവരുടെ മനസ്സിൽ ഉണ്ട്. അതുപോലെ ഇവിടെ 4 of Pentaclesൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങളെ നഷ്ടപ്പെടാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കൈവിട്ട് കളയാനായിട്ട് അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അതായത് നിങ്ങളെ ജീവനേക്കാൾ വിലപ്പെട്ട ഒന്നായിട്ടാണ് അവർ മനസ്സിൽ കാത്ത് സൂക്ഷിക്കുന്നത്. ഇവിടെ അവർ പല കാര്യങ്ങളും നിങ്ങളോട് പറയാനായിട്ട് മടിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് അങ്ങനെ തുറന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളെ അവർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയം അവരിൽ ഉള്ളതിനാലാണ്. ഇവിടെ നിങ്ങളുടെ ഊർജ്ജസ്വലതയെയും എപ്പോഴും ചിരിക്കുന്ന ആ ഒരു മുഖവുമൊക്കെ അവരുടെ മനസ്സിൽ എപ്പോഴുമുണ്ട്. നിങ്ങളുടെ സ്നേഹം വളരെ നിഷ്കളങ്കമാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ കൂടെ ഉണ്ടാവുമ്പോൾ എല്ലാ വിഷമങ്ങളും അവർക്ക് മറക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നിങ്ങളുമായിട്ട് ദീർഘകാലം നിലനിൽക്കുന്ന ഒരു ബന്ധമാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒപ്പമുണ്ടെങ്കിൽ ജീവിതം സുരക്ഷിതമായിരിക്കും എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്.
അതേപോലെ തന്നെ നിങ്ങളെ അവർ ഒരു രോഗശാന്തി നൽകുന്ന ഒരു വ്യക്തിയെപ്പോലെയാണ് കാണുന്നത്. അതായത് അവരുടെ ഉള്ളിലെ പഴയകാല സങ്കടങ്ങളും മുറിവുകളുമൊക്കെ മാറ്റാനായിട്ട് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന് കഴിയുന്നുണ്ടെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളോടുള്ള സ്നേഹം അവർ വളരെ ഭദ്രമായിട്ടാണ് അവരുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. അതൊരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അത്രമേൽ വിലപ്പെട്ടതായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു വ്യക്തി നിങ്ങളെ വളരെ പോസിറ്റീവായിട്ട്, വളരെയധികം ബഹുമാനത്തോടെ, വളരെയധികം സ്നേഹത്തോടെയാണ് നോക്കിക്കാണുന്നത്. അവരുടെ ഉള്ളിൽ നിങ്ങൾക്ക് വലിയ വിലയും സ്ഥാനവും ഒക്കെ അവർ നൽകുന്നുണ്ടെന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു വ്യക്തിയുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഇനി സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു കാഴ്ചപ്പാട് എന്താണ്, അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആ ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് റീഡിംഗ് കാണുക. അപ്പോൾ അതിനായിട്ട് ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. 10 ഓഫ് കപ്സ്, 9 ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്സ്, ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്, 8 ഓഫ് കപ്സ്, സ്ട്രെങ്ത്, വീൽ ഓഫ് ഫോർച്യൂൺ, കിങ് ഓഫ് വാൺസ് എന്നീ കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്കുള്ള റീഡിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യമേ തന്നെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ജോലിയിലായാലും അല്ലെങ്കിൽ ബിസിനസ്സിലായാലുമൊക്കെ നിങ്ങളോടൊപ്പം ഒരു പങ്കാളിയാവാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ കഴിവുകളെയും വ്യക്തിത്വത്തെയും ഒക്കെ ആ ഒരു വ്യക്തി ബഹുമാനത്തോടെയാണ് കാണുന്നത്. പരസ്പരം പിന്തുണച്ചുകൊണ്ട് പോവാൻ കഴിയുന്ന ഒരു ആളാണ് നിങ്ങളെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷവും സംതൃപ്തിയുമൊക്കെ നിങ്ങളാണെന്ന് അവർ കരുതുന്നുണ്ട്. നിങ്ങളോടൊപ്പം ഉള്ളപ്പോൾ എല്ലാം കൊണ്ടും ഒരു പൂർണ്ണത അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു വ്യക്തി നിങ്ങളുടെ പങ്കാളിയോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയോ ഒക്കെ ആണെങ്കിൽ അവർ നിങ്ങളോടൊപ്പം സുരക്ഷിതമായിട്ടുള്ള സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളെ കാണുമ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴുമൊക്കെ അവരുടെ മനസ്സിൽ വലിയൊരു സംതൃപ്തി ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ അവരുടെ ഭാഗ്യമാണെന്നും അവരുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കാൻ വേണ്ടി നിങ്ങളവരെ സഹായിക്കുമെന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നിങ്ങളോട് ഒരിക്കലും തീർന്നു പോവാത്ത ഒരു സ്നേഹമാണ് ഉള്ളതെന്നാണ് കാണുന്നത്. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഒരു പുതിയ തിരിച്ചറിവിലേക്ക് അല്ലെങ്കിൽ ഒരു വലിയ മാറ്റത്തിലേക്ക് അവർ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ മാനസിക കരുത്തിനെ അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. അതായത് പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ വന്ന് ചേരുമ്പോൾ അവിടെ ദേഷ്യപ്പെടുകയോ ബഹളം വയ്ക്കുകയോ ഒന്നുമല്ല വേണ്ടത്. മറിച്ച് ക്ഷമയോടെ ശാന്തമായിട്ട് അതിനെ കൈകാര്യം ചെയ്യുകയാണ് വേണ്ടതെന്ന് അവർ നിങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് വലിയൊരു ആശ്വാസവും ധൈര്യവുമൊക്കെ നൽകുന്നുണ്ടെന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നത് ഒരു നിമിത്തമാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ വന്നതിന് ശേഷം ഭാഗ്യം അവർക്ക് അനുകൂലമായിട്ട് വന്ന് ചേരുന്നുണ്ടല്ലോ എന്നവർ ചിന്തിക്കുന്നുണ്ട്. അവർ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും
നിങ്ങൾ അവരുടെ ഒരു ഭാഗ്യമാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും വലിയൊരു സ്വാധീന ശക്തിയുണ്ടെന്ന് അവർ കരുതുന്നുണ്ട്. അതിനാൽ തന്നെ അവർക്ക് നിങ്ങളോടുള്ള ഒരു ബഹുമാനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇവിടെ ഈ വ്യക്തിയുടെ മനസ്സിൽ കഴിഞ്ഞ കാലത്തെ ചില സങ്കടങ്ങളും നിരാശകളുമൊക്കെ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് 8 ഓഫ് കപ്സിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ അതിനെയൊക്കെ വിട്ട് കളയാനായിട്ട് ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് അവരെ വിഷമിപ്പിക്കുന്ന, പിന്നോട്ട് വലിക്കുന്ന എന്തൊക്കെയോ ചില കാര്യങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെ അകന്നു മാറാനായിട്ട് അവർ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിനെയൊക്കെ വിട്ട് കളഞ്ഞ് നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളോടൊപ്പം വളരെ പോസിറ്റീവായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു ഭാവി കെട്ടിപ്പടുക്കാനായിട്ട് ആ ഒരു വ്യക്തി ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോട് വളരെയധികം സ്നേഹമാണ് ഉള്ളത്. അവരിലായാലും അവരുടെ ജീവിതത്തിലായാലും ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു വ്യക്തിയുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ വരുന്ന കാര്യങ്ങളെ വിട്ടുകളയുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.